തൂമതേകും തൻ പാടക്കിണറ്റിലിട്ടോമൽ കയറുവലിച്ചേ ഓമളാങ്കി നീർ കോരു നിന്നിടിനാൾ ശ്രീമാന ഭിക്ഷുവങ്ങു ചെന്നർപ്പിച്ച പറഞ്ഞില്ലയോ മലാൾ തന്വിയാണവൾ കല്ലിരുമ്പല്ല ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ പുണ്യശാലിനി നീ പകർന്നിടുമീ ഭാവമറിഞ്ഞു പിന്നെ സുവിമല ധർമ്മോപദേശം ചെയ്തു അവളെ തൻ ഭിക്ഷുകി മന്ദിരത്തിൽ നിവസിച്ചു കൊള്ളുവാനും ആജ്ഞാപിച്ചു. വത്സ മാതംഗിയെ ചൊല്ലി വിചികിത്സയല്ലേ വിഷയം എന്തു പരവു എന്തോർപ്പു ജാതി ഹന്ത വിഡംബനം രാജ്യം എന്തു പരവു എന്തോർപ്പു ജാതി ഹന്ത വിഡംബന രാജ്യം. മോഹം കളഞ്ഞു ജനത്തെ തമ്മിൽ സ്നേഹിപ്പാൻ ചൊൽകനരേന്ദ്ര സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർഗം സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർഗം. ബുദ്ധൻ ശരണം ഗച്ഛാമി ധർമ്മം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി ശരണോ കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകി എന്നുള്ളത് അതിത്ര മനോഹരമായി ചിട്ടപ്പെടുത്തി വളരെ ഭംഗിയായിട്ട് നവരസങ്ങൾ എല്ലാം പ്രതിഫലിപ്പിച്ചുകൊണ്ട് അതിന് ഉപയോഗിച്ച രാഗങ്ങൾ തുടക്കത്തിൽ സാരംഗയായാലും ചാരുകേശിയായാലും ശഹാനയായാലും ശ്യാമ എല്ലാം വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തിയ ശ്രീ കലാമണ്ഡലത്തിൽ പോയി പഠിക്കാൻ കുട്ടികൾക്ക്
അടൂരിരുന്നുകൊണ്ട് തന്നെ പറ്റുന്ന ഒരു സാഹചര്യമാണ് ടീച്ചർ മുഖാന്തരം ഉണ്ടായിട്ടുള്ളത്. കലാമണ്ഡലത്തിലെ പരമ്പരാഗതമായ രീതിക്ക് ഒട്ടും കോട്ടം തട്ടാതെ വളരെ ശാസ്ത്രീയമായിട്ട് നല്ലൊരു ഗുരുവിനെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, ശ്രീ കലാമണ്ഡലം ശ്രീലക്ഷ്മി എന്നുള്ളത്. അത് നമ്മുടെ അടൂരിലെ കുട്ടികൾക്ക് കിട്ടിയ ഒരു വലിയ വരദാനമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അതുപോലെ ഇപ്പോൾ നന്നായിട്ട് പക്കവേള വാദ്യം വായിച്ച, മൃദംഗം വായിച്ച ശ്രീ ചങ്ങന്നൂർ സുഭാഷ്, ഇതിലെല്ലാം ഉപരിയായി വോക്കൽ സമ്പുഷ്ടാക്കിയ ഗുരുവായൂർ ഭാഗ്യലക്ഷ്മി, വളരെ നല്ല ജ്ഞാനസ്ഥയായ ഒരു പാട്ടുകാരി, പിന്നെ ഫ്ലൂട്ട് പുല്ലാങ്കുഴൽ വായിച്ച വിനോദ് ചന്ദ്ര, എല്ലാവരും വളരെ നന്നായിട്ട് സഹകരിച്ച് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് വളരെ പ്രചോദനമായി ഇത് അവതരിപ്പിക്കാൻ